നമസ്കാരം. തൈറോയ്ഡ് ശസ്ത്രക്രിയക്കിടെ നെഞ്ചിൽ ഘടിപ്പിച്ച ഗൈഡ് വയർ പുറത്തെടുക്കാതെ സർജറി ഡിപ്പാർട്ട്മെന്റ്. പ്രസവത്തിനു ശേഷം വയറിനുള്ളിൽ കുടുങ്ങിയ പങ്ങി പുറത്തെടുക്കാതെ ഗൈനക്കോളജി വിഭാഗം. ഇടത് കാലിന് പകരം വലത് കാലിൽ ചെയ്ത ശസ്ത്രക്രിയ വിജയമാണെന്ന് പ്രഖ്യാപിച്ച അസ്ഥിരോഗ ചികിത്സാ വിഭാഗം മേധാവി. ഇടത് കണ്ണിന് പകരം വലത് കണ്ണിൽ കുത്തിവെപ്പെടുത്ത് കണ്ണ് ഡോക്ടർ. 7 വയസ്സുകാരന് മൂക്കിന് പകരം വയറൽ ശസ്ത്രക്രിയ ചെയ്ത് മെഡിക്കൽ കോളേജ്. കഴിഞ്ഞ 4 വർഷത്തിനിടെ സംസ്ഥാനത്തെ ആരോഗ്യരംഗത്തെ വീഴ്ചകളിൽ സർക്കാർ പ്രഖ്യാപിച്ചത് 40-ലേറെ അന്വേഷണങ്ങളാണ്. ഒരു മാസത്തിനിടെ കേരളത്തിൽ പനി ബാധിച്ച് 46 പേരും അമേബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 5 പേരും മരിച്ചു. ഇതിനു പുറമെയാണ് മാരകമായ പകർച്ചവ്യാധികളുടെ കടന്നുകയറ്റവും. കേരള മോഡൽ ആരോഗ്യരംഗം തകർന്നു തരിപ്പണമായപ്പോൾ മനഃപൂർവ്വം കുറ്റപ്പെടുത്തുകയാണെന്ന പരാതിയുമായി മാറി നിൽക്കുകയാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. പിണറായി വിജയന്റെ 2ാം സർക്കാർ അധികാരമേറ്റപ്പോൾ മുതൽ നിരവധി വിവാദങ്ങളാണ് ആരോഗ്യ വകുപ്പിൽ ഉണ്ടായത്. അതിൽ ഭൂരിഭാഗവും ചികിത്സാ പിഴവും മാരകമായ പകർച്ചവ്യാധികളുടെ കടന്നുകയറ്റവും സംബന്ധിച്ചായിരുന്നു. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ വ്യാപകമായ ചികിത്സാ പിഴവുകളാണ് ഉണ്ടായത്. ആരോഗ്യരംഗത്തെ വീഴ്ചകൾ കാരണം കഴിഞ്ഞ 4 വർഷത്തിനിടെ 40-ലേറെ അന്വേഷണങ്ങളാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചത്. എന്നാൽ എല്ലാ അന്വേഷണങ്ങളും വെറും പ്രഹസനമായി മാത്രം മാറുകയാണ് ഉണ്ടായത്. പരാതികളും അന്വേഷണ റിപ്പോർട്ടുകളും ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെയും ഡയറക്ടറുടെയും മേശപ്പുറത്ത് ഫയലുകളായി കെട്ടിക്കിടക്കുന്നു. ഒരു പരാതിയിലും കർശന നടപടിയും ഉണ്ടായിട്ടില്ല. കേരളത്തിൽ ഇപ്പോൾ ആശങ്ക പടർത്തുന്നത് അമീബിക് മസ്തിഷ്ക ജ്വരമാണ്. സംസ്ഥാനത്ത് 2016-ൽ ആലപ്പുഴയിലാണ് ഈ മാരക രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം കേസുകൾ അപൂർവമായിരുന്നുവെങ്കിലും സമീപകാലത്ത് മലപ്പുറം, കോഴിക്കോട്, തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിൽ കൂടുതൽ രോഗബാധകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. രോഗം ബാധിച്ച മിക്കവാറും ആളുകൾ മലിനമായ കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്തവരാണ്. മലിനജലം മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിച്ച് തലച്ചോറിൽ എത്തുകയും അണുബാധ ഉണ്ടാവുകയും തുടർന്ന് മരണകാരണമാവുകയുമാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച് 10 വർഷമായിട്ടും മാരക രോഗത്തെ ഗൗരവമായി കാണാതെ പോവുകയാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ്. ഒരു മാസത്തിനിടെ രോഗം ബാധിച്ച് 5 പേർ മരിച്ചിട്ടും കേരളത്തിൽ മരണനിരക്ക് കുറവാണെന്ന വാദമുയർത്തി കുളങ്ങളിൽ ക്ലോറിൻ കലക്കി ഒഴിക്കുക മാത്രമാണ് ആരോഗ്യ വകുപ്പ് ചെയ്യുന്നത്. കോടികൾ മുടക്കി സ്ഥാപിച്ച വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കമുള്ള സ്ഥാപനങ്ങൾ പോലും ഇപ്പോഴത്തെ വിഷയത്തിൽ കയ്യും കെട്ടിയിരിപ്പാണ്. രോഗം ബാധിച്ച ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരുന്നത് തടയാനുള്ള അവബോധ പരിപാടികൾ ശ്രദ്ധിക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം. എന്നാൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് ആരോഗ്യ തലത്തിൽ 97% വരെയാണ് മരണനിരക്കെന്നും കേരളത്തിൽ അത് 26% മാത്രമാണെന്നുമുള്ള മേനിപ്പറച്ചിലാണ് ആരോഗ്യ വകുപ്പ്. കഴിഞ്ഞ വർഷം മാരകമായ നിരവധി പകർച്ചവ്യാധികളും സംസ്ഥാനത്തെ രോഗികളുടെ ജീവൻ അപഹരിച്ചു. 144 പേരാണ് കഴിഞ്ഞ വർഷം പകർച്ചവ്യാധികൾ ബാധിച്ച് സംസ്ഥാനത്ത് മരിച്ചത്. കേരളത്തിൽ നിർമ്മാർജ്ജനം ചെയ്തതെന്ന് കരുതിയിരുന്ന കോളറ ബാധിച്ചും ഒരാൾ മരിച്ചു. കഴിഞ്ഞ വർഷവും സംസ്ഥാനത്ത് കോളറ സ്ഥിരീകരിച്ചിരുന്നു. 2023-ൽ സംസ്ഥാനത്ത് 974 പേർക്ക് ഹെപ്പറ്റൈറ്റിസ് എ സ്ഥിരീകരിച്ചപ്പോൾ കഴിഞ്ഞ വർഷം 7000-ലധികം പേർക്ക് ഹെപ്പറ്റൈറ്റിസ് എ സ്ഥിരീകരിച്ചു. 3000-ലധികം പേർക്ക് H1N1 സ്ഥിരീകരിച്ചപ്പോൾ അത്ര പരിചിതമല്ലാത്ത എംപോക്സ് എന്ന രോഗം 6 പേർക്കും ഷിഗല്ല 117 പേർക്കും വെസ്റ്റ് നൈൽ 29 പേർക്കും സ്ഥിരീകരിച്ചു. 2023-നേക്കാൾ പകർച്ചവ്യാധികൾ മൂലമുള്ള മരണങ്ങളും 2024-ൽ സംസ്ഥാനത്ത് വർദ്ധിച്ചു. എലിപ്പനി മൂലമാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ സ്ഥിരീകരിച്ചത്. നിപ്പ ബാധിച്ചും ഒരാൾ മരിച്ചു. എന്നാൽ ആരോഗ്യരംഗം മികച്ച രീതിയിൽ മുന്നേറുകയാണെന്നും മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നുമാണ് ആരോഗ്യ വകുപ്പിന്റെ അഭിപ്രായം.